Good morning. അപ്പോൾ ഇന്ന് നമ്മൾ മോഡ്യൂൾ 4ന്റെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. മോഡ്യൂൾ 4ൽ സീരിയൽ കമ്മ്യൂണിക്കേഷനും അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഒക്കെയാണ് ഉള്ളത്. ഓക്കേ. അപ്പോൾ ഇതിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. സോ സീരിയൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, രണ്ട് സിസ്റ്റംസ് അല്ലെങ്കിൽ രണ്ട് എക്യുപ്മെന്റ്സ് വഴി രണ്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ തന്നെ സീരിയലും ഉണ്ട്, പാരലൽ ട്രാൻസ്ഫറും ഉണ്ട്. അപ്പോൾ ഡേറ്റ ട്രാൻസ്ഫർ മെത്തേഡ്സ് ആണ്, അതിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ് എഫക്റ്റീവായിട്ട് നമ്മളിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സീരിയൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെൻറ്ററിൽ നിന്നും റിസീവറിലോട്ട് സീരിയലി ഡേറ്റ വൺ ഡേറ്റ കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഡേറ്റ, തേർഡ് ഡേറ്റ, അങ്ങനെ സീരിയലി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നിക്കാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ. പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഡേറ്റ നമ്മൾ പാരലി അറ്റ് സെയിം ടൈം തന്നെ നമ്മൾ എന്ത് ചെയ്യും, പാരലായിട്ട് ഡേറ്റ സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പം സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ അറ്റ് ലോങ് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും പാരലായിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ആയാലും അല്ലെങ്കിൽ നമ്മൾ ഓവർ ദ നെറ്റ് യൂസ് ചെയ്താലും എല്ലാം നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ഡേറ്റ ബിറ്റ്വീൻ ടു സിസ്റ്റംസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് ഫീറ്റ് ടു ബില്യൺസ് ഓഫ് മൈൽസ് എപ്പാർട്ട്. ഓക്കെ. അപ്പോൾ ഒന്നുകിൽ വളരെ ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യാനായാലും, രണ്ട് സിസ്റ്റംസ് വഴി ലോങ് ഡിസ്റ്റൻസിൽ സെൻഡ് ചെയ്യാനായാലും അതുപോലെ തന്നെ ഷോർട്ട് ഡിസ്റ്റൻസിൽ സെൻഡ് ചെയ്യാനായാലും നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം സീരിയൽ കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യമേ നമ്മൾ ബൈറ്റ്സിനെ സീരിയൽ ബിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. അതിനുവേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ബിറ്റ്സിനെ നമ്മൾ പാരലായിട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ്സ് ആയിട്ട് സീരിയൽ ബിറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കിട്ടും, ഔട്ട്പുട്ടായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. ഇത് യൂസ് ചെയ്ത് വളരെ സ്പീഡിൽ തന്നെ നമുക്ക് സീരിയൽ ബിറ്റ്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോർ ലോങ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷന് നമുക്ക് ഒരു മോഡം യൂസ് ചെയ്യേണ്ടി വരും. അതായത് മോഡം യൂസ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അനലോഗ് സിഗ്നൽസ്, അതായത് ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗിലോട്ട് കൺവേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽസിലോട്ട് കൺവേർട്ട് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മോഡം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ നെറ്റ് എടുക്കുമ്പോഴും എല്ലാം നമ്മൾ ഈ മോഡം നമ്മൾ കണക്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ഈ മോഡം വെച്ചിട്ടാണ് നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മോഡം യൂസ് ചെയ്യാറുണ്ട്. കൺവേർഷൻ ഫ്രം ഡിജിറ്റൽ ടു അനലോഗ് ആൻഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സീരിയൽ കമ്മ്യൂണിക്കേഷന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു മോഡം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ ഇനി സീരിയൽ കമ്മ്യൂണിക്കേഷൻ തന്നെ രണ്ട് മെത്തേഡ്സിൽ നമുക്ക് നടത്താൻ പറ്റും. അസിൻക്രണസ് മെത്തേഡിലും നടത്താൻ പറ്റും, അതുപോലെ തന്നെ സിൻക്രണസ് മെത്തേഡിലും നടത്താൻ പറ്റും. സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്, സിൻക്രണസ് ആൻഡ് അസിൻക്രണസ്. സോ സിൻക്രണസ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് ക്യാരക്ടേഴ്സിനെ ബ്ലോക്ക് ഓഫ് ക്യാരക്ടേഴ്സിനെ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് സിൻക്രണസ് മെത്തേഡ്. സിൻക്രണസ് മെത്തേഡ് ട്രാൻസ്ഫേഴ്സ് എ ബ്ലോക്ക് ഓഫ് ഡേറ്റ അറ്റ് എ ടൈം, വേറാസ് അസിൻക്രണസ് മെത്തേഡ് ട്രാൻസ്ഫേഴ്സ് എ സിംഗിൾ ബൈറ്റ് അറ്റ് എ ടൈം. അതായത് ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ അസിൻക്രണസ് മെത്തേഡിനകത്ത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സിൻക്രണസ് മെത്തേഡിലാണെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ അറ്റ് എ ടൈം അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അസിൻക്രണസ് മെത്തേഡ് ആണ്. അസിൻക്രണസ് മെത്തേഡിനകത്ത് സിംഗിൾ ബൈറ്റ് ആയിട്ട്, ഓരോ ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഇങ്ങനെ അസിൻക്രണസ് മെത്തേഡ് ആയാലും സിൻക്രണസ് മെത്തേഡ് ആയാലും ഇതിനെല്ലാം സ്പെഷ്യൽ IC ചിപ്പുകൾ പല മാനുഫാക്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പല IC ചിപ്പുകളുണ്ട്. ഓക്കെ. അപ്പൊ ഈ ചിപ്പുകൾ വഴിയാണ് നമുക്ക് അസിൻക്രണസ് മെത്തേഡ് ആയാലും സിൻക്രണസ് മെത്തേഡിലായാലും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ചിപ്പുകളെ അല്ലെങ്കിൽ നമ്മൾ ഈ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചിപ്പുകളെ മെയിൻ ആയിട്ട് നമ്മൾ UART എന്നും USART എന്നും പറയും. UART എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. അപ്പൊ അവിടെ അസിൻക്രണസ് ട്രാൻസ്മിഷൻ മാത്രമേ നടക്കത്തുള്ളൂ. അതുപോലെ USART എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സിൻക്രണസ് അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. അവിടെ സിൻക്രണസ് മെത്തേഡ് നടക്കും, അസിൻക്രണസ് മെത്തേഡ് നടക്കും. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക്
AVR ചിപ്പ്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് AVR മൈക്രോ കൺട്രോളർ ആണ്. ഈ AVR മൈക്രോ കൺട്രോളറിനകത്ത് ബിൽറ്റ് ഇൻ ആയിട്ട് ഒരു USART ചിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ AVR ചിപ്പിന്റെ എന്താണ് ആർക്കിടെക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു സിംഗിൾ ചിപ്പിനകത്ത് എംബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് മൈക്രോ കൺട്രോളർ. സോ USART എന്ന് പറയുന്ന ഈ നമുക്ക് സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ ചിപ്പ് നമ്മുടെ AVR ചിപ്പിനകത്ത് ഇൻബിൽറ്റിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ AVR ചിപ്പ് വഴി AVR ചിപ്പിന്റെ USART വഴി എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷൻ തന്നെ ഇപ്പൊ നമ്മൾ ഈ അസിൻക്രണസ് ആയാലും സിൻക്രണസ് ആയാലും നമ്മൾ ഡേറ്റ ട്രാൻസ്മിഷൻ നമുക്ക് രണ്ട് രീതിയിൽ മെയിൻ ആയിട്ട് നടത്താം. സിംപ്ലെക്സ് ട്രാൻസിഷനും ഉണ്ട്, ഡ്യൂപ്ലെക്സ് ട്രാൻസിഷനും ഉണ്ട്. സിംപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റയെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും, റിസീവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ക്യാൻ ബി ബോത്ത് ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ്ഡ്. ഈ ഡ്യൂപ്ലെക്സിൽ തന്നെ ഹാഫ് ഡ്യൂപ്ലെക്സും ഉണ്ട്, ഫുൾ ഡ്യൂപ്ലെക്സും ഉണ്ട്. സോ ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് വൺ വേ അറ്റ് എ ടൈം. അതായത് ഒരു ഡയറക്ഷനിലൂടെ മാത്രമേ ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അറ്റ് എ ടൈം നമുക്ക് ഒരു വേയിൽ മാത്രമേ ഡേറ്റ ട്രാൻസിഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, അതായത് ഒന്നുകിൽ ആ ഒരു പാത്തിലൂടെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ പാത്തിലൂടെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം നമുക്ക് സെൻഡിങ്ങും റിസീവിങ് കൂടെ സെയിം വേയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, സെയിം ടൈമിൽ പറ്റില്ല. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ്. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ക്യാൻ ഗോ ബോത്ത് വേസ് അറ്റ് ദ സെയിം ടൈം. അതായത് സെയിം ടൈമിൽ തന്നെ നമുക്ക് സെൻഡും റിസീവും കൂടെ ഒരു ചാനലിൽ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്മിഷൻസ് ഇതൊക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ആണ്, നിങ്ങൾ ഡേറ്റ കമ്മ്യൂണിക്കേഷനകത്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇനി അപ്പൊ ഇതാണ് നമ്മൾ സിംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിംപ്ലക്സ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനലിൽ കൂടി അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ സെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം സെൻഡിങ്ങും റിസീവിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫുൾ ഡ്യൂപ്ലെക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കമ്മ്യൂണിക്കേഷനകത്തോട്ട് പോവുകയാണ്, അസിൻക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇവിടെ ട്രാൻസ്മിഷന്റെ കേസൊക്കെ പറഞ്ഞു, ഫുൾ ഡ്യൂപ്ലെക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ്, സിംപ്ലെക്സ് ഉണ്ട്, ഡ്യൂപ്ലെക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനി അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്മിഷനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബൈറ്റ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു ബൈറ്റ് നമ്മൾ സെൻഡ് ചെയ്യും, അത് അടുത്ത ബൈറ്റ് സെൻഡ് ചെയ്യും, അങ്ങനെയാണ്. അപ്പൊ ഓരോ ബൈറ്റ് ഏത് ബൈറ്റാണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് അതിന്റെ ഒരു ആ ഒരു സെപ്പറേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബൈറ്റിന്റെയും ഇടയിൽ ഒരു സ്റ്റാർട്ട് ബിറ്റും ഒരു സ്റ്റോപ്പ് ബിറ്റും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഈച്ച് ക്യാരക്ടർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ബിറ്റ് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്. ഓരോ ബൈറ്റ് അതിനെ എന്ത് ചെയ്യും, ഓരോ ബൈറ്റിനെയും നമ്മൾ സെൻഡ് ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനെയും ഒരു സ്റ്റാർട്ട് ബിറ്റിനും ഒരു സ്റ്റോപ്പ് ബിറ്റിനും ഇടയിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആസ്കി ക്യാരക്ടേഴ്സ് ആണ് നോർമലി നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഈ ആസ്കി ക്യാരക്ടേഴ്സിനെ നമ്മൾ സെൻഡ് ചെയ്യുമ്പം ഈ ക്യാരക്ടറിന്റെ സ്റ്റാർട്ടിലും എൻഡിലും ഓരോ സ്പെഷ്യൽ ബിറ്റ്സ് നമ്മൾ കൊടുക്കും. നോർമലി നമ്മൾ സ്റ്റാർട്ട് ബിറ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരു ബിറ്റും സ്റ്റോപ്പ് ബിറ്റ് ആയിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ബിറ്റ്സുകൾ നമുക്ക് സെറ്റ് ചെയ്യും. അത് നമ്മുടെ ഡിസൈനറിന്റെ ആവശ്യകതയാണ്. നോർമലി ഒരു ബിറ്റ് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ബിറ്റ് ആയിട്ട് കൊടുക്കുന്നത്, ഒന്നിൽ കൂടുതൽ ബിറ്റുകൾ നമ്മൾ സ്റ്റോപ്പ് ബിറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ട് ബിറ്റ് ഓൾവേസ് നമ്മളൊരു ലോ ലെവൽ ബിറ്റ് ആയിരിക്കും, സിഗ്നൽ ലോ വാല്യൂ ആയിട്ടുള്ള ഒരു ബിറ്റ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് ബിറ്റ് ആയിട്ട് നമ്മൾ ഹൈ അതായത് വാല്യൂ 1 ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. എ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ സെൻഡ് ചെയ്യാം, അസിൻക്രണസ് മെത്തേഡിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ആസ്കി വാല്യൂ 41 എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ ആ 41നെയാണ് നമ്മളിവിടെ 0 1 0 0 എന്ന് പറയുന്നത് 4, അതുപോലെ 0 0 0 1 എന്ന് പറയുന്നത് 1, അങ്ങനെ 4 1 എന്ന് പറയുന്ന 8 ബിറ്റ് വാല്യൂ ആണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്റ്റാർട്ട് ബിറ്റ് ആയിട്ട് നോക്കി ഒരു ലോ സിഗ്നൽ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോപ്പ് ബിറ്റ് ആയിട്ട് നമ്മളൊരു ഹൈ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ആസ്കി ക്യാരക്ടറായിട്ട് അസിൻക്രണസ് മെത്തേഡിനകത്ത് ഫ്രെയിമിംഗ് വഴി നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ സെൻഡ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ ഈ ലോ ബിറ്റ് ആയിരിക്കും, അതിനുശേഷം LSB അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് D0 ബിറ്റ്, പിന്നെ D1 D2 D3 D4 D5 D6 D7, അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ബിറ്റ്.
ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അസിൻക്രണസ് മെത്തേഡിനകത്ത് ഒരു ക്യാരക്ടറിനെ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം when there is no transfer the signal is high. അപ്പൊ നമ്മൾ ഡേറ്റ ഒന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് തുടങ്ങുന്നത് ഈ ഒരു സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം മുതലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഡേറ്റ ഒന്നും ഇല്ല, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഓൾവേസ് ആ സിഗ്നൽ നമ്മൾ ഹൈ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ മാർക്ക് എന്ന് പറയുക. അപ്പൊ സിഗ്നൽ ഒന്നും ഇല്ല എങ്കിൽ അതിന്റെ വാല്യൂ നമ്മൾ ഹൈ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുക, അതിനെ നമ്മൾ മാർക്ക് എന്നാണ് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് മാർക്ക്. The low is referred to as space. ഹൈ വാല്യൂവിനെ നമ്മൾ മാർക്ക് എന്നും ലോ വാല്യൂവിനെ നമ്മൾ സ്പേസ് എന്നും പറയും. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു സ്റ്റാർട്ട് ബിറ്റിലായിരിക്കും, അതിനെ സ്പേസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഫോളോഡ് ബൈ D0. D0 എന്ന് പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. റെസ്റ്റ് ഓഫ് ദ ബിറ്റ്സ് അപ് ടു D7 വരെ നമ്മൾ സെൻഡ് ചെയ്യും. അതിനുശേഷം ഒരു സ്റ്റോപ്പ് ബിറ്റും നമ്മൾ കൊടുക്കും, ഇൻഡിക്കേറ്റിംഗ് ദ എൻഡ് ഓഫ് ദ ക്യാരക്ടർ എ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഇനി ഡേറ്റ ട്രാൻസ്ഫർ റേറ്റിന് നമ്മൾ രണ്ട് പേര് പറയും. നമ്മൾ ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നും പറയും, അതുപോലെ തന്നെ ബോഡ് റേറ്റ് എന്നും പറയും. BPS അല്ലെങ്കിൽ ബോഡ് റേറ്റ്. ബിറ്റ്സ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ BPS എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ്. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ്സ് ആണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് അതിന്റെ റേറ്റിനെയാണ് നമ്മൾ ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. അതുപോലെ ബോഡ് റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സിഗ്നൽ ചേഞ്ചസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര സിഗ്നൽ ചേഞ്ചസ് വന്നു, അതായത് 0യിൽ നിന്നും 1 എത്രയായി, അതുപോലെ 0യിൽ നിന്നും 1ലോട്ട് എത്ര പ്രാവശ്യം നടന്നു, അതുപോലെ 1ൽ നിന്നും 0യിലോട്ട് എത്ര പ്രാവശ്യം സിഗ്നൽ ചേഞ്ചസ് നടന്നു എന്ന് പറയുന്ന റേറ്റ് ആണ് ബോഡ് റേറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് യൂണിറ്റുകൾ നമുക്ക് ഇതിന്റെ ഡേറ്റ സ്പീഡ് അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, BPS-ഉം ബോഡ് റേറ്റും. ഇനി RS-232, അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് പല രീതിയിൽ നമുക്ക് രണ്ട് സിസ്റ്റംസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഡിവൈസസ് ഉണ്ട്. അതായത് ചിലപ്പോൾ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മൊബൈലും തമ്മിലായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറും പ്രിന്ററും തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തുക. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉള്ളത് കൊണ്ട് ഇതിനെ എല്ലാത്തിനെയും കൂടെ കമ്മ്യൂണിക്കേഷൻ ഇതിന്റെ ഇടയിലായിട്ട് ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡ് വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പല ഈ കോമ്പാറ്റിബിലിറ്റി എക്യുപ്മെന്റ്സിന്റെ ഇടയിലുള്ള കോമ്പാറ്റിബിലിറ്റി നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് RS-232 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടു അലൗ കോമ്പാറ്റിബിലിറ്റി എമംഗ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ് മെയ്ഡ് ബൈ വേരിയസ് മാനുഫാക്ചേഴ്സ് ദ ഇന്റർഫേസിംഗ് സ്റ്റാൻഡേർഡ് RS-232 ഈസ് യൂസ്ഡ്. ഒരു RS-232 നമ്മളെന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഡെവലപ്പ് ചെയ്തത് 1960-ലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും നമ്മളിത് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ RS-232 യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത സമയത്ത് TTL ലോജിക് ഫാമിലി ഒന്നും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല. അതിന് മുന്നേയാണ് ശരിക്കും പറഞ്ഞ ഈ RS-232 ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ TTL കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഡിവൈസസിന്റെ വോൾട്ടേജ് ലെവലിലോട്ട് ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ TTL കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഡിവൈസസിന്റെ വോൾട്ടേജ് ലെവലും ഈ RS-232ന്റെ വോൾട്ടേജ് ലെവലും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് വോൾട്ടേജ് ലെവൽസ് ആണ് ഇതിന് രണ്ടിലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഇടയിൽ, അതായത് RS-232 എന്തായാലും നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ TTL കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഡിവൈസിൽ നിന്നും RS-232 ഡിവൈസിലോട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ നമ്മളൊരു വോൾട്ടേജ് ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ലൈൻ ഡ്രൈവർ യൂസ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് MAX-232. അതായത് RS-232ന്റെ കൂടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് കൺവേർട്ടർ ആണ്, അല്ലെങ്കിൽ ഒരു ലൈൻ ഡ്രൈവർ ആണ് MAX-232. അപ്പൊ ഈ നമ്മുടെ TTL കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഡിവൈസസിന്റെ വോൾട്ടേജ് ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോജിക് കൺവേർട്ടർ അല്ലെങ്കിൽ വോൾട്ടേജ് ലെവൽ കൺവേർട്ടർ ആണ് MAX-232. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ കണക്ഷൻ എന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് എങ്ങനെയാണ് ATmega32ൽ നിന്നും RS-232ലോട്ട് എന്തൊക്കെ കണക്ഷൻ ആണ് കൊടുക്കുന്നത് നോക്കാം. അപ്പൊ മെയിൻലി നമുക്ക് RS-232ലോട്ട് നമ്മുടെ ATmega32ൽ നിന്നുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഉള്ളി 2 പിന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ, നമ്മുടെ 40 പിൻ പാക്കേജ് ആണ് നമ്മുടെ Atmega 32 എന്ന് പറയുന്നത്. ഈ 40 പിൻ പാക്കേജിനകത്തുള്ള 2 പിന്നുകൾ മാത്രമേ നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. സോ Atmega 32 ഹാസ് ഓൺലി 2 pins for communication, serial communication, that is one for transmission and second one for receiver. സോ ഒന്നെന്ന് പറയുന്നത് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടും രണ്ടെന്ന് പറയുന്നത് റിസപ്ഷന് വേണ്ടിയിട്ടും. സോ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പിൻ എന്ന് പറയുന്നത് PD0 എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട് ഡിയുടെ 0th പിന്നാണ്. ഓക്കെ, പിൻ നമ്പർ 15, പിൻ നമ്പർ Atmega 32ന്റെ പിൻ നമ്പർ 15 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ റിസപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് PD1, അത് 14 എന്ന് പറയുന്ന പിന്നാണ്. പോർട്ട് നമ്പർ പോർട്ട് ഡിയുടെ 1 എന്ന് പറയുന്ന ബിറ്റാണ് റിസപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അത് 14 എന്ന് പറയുന്ന പിന്നാണ്. ഓക്കെ, അപ്പൊ ഈ 2 പിന്നുകളാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക, ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാനും ഒന്ന് റിസീവ് ചെയ്യാനും. അപ്പൊ സീരിയലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ നമ്മൾ TX പിന്നിലൂടെ കൊടുക്കും, അതുപോലെ റിസീവ് ചെയ്യാനുള്ള പിന്നുകൾ നമ്മൾ ഗെറ്റ് ചെയ്യുന്നത് RX പിന്നിലൂടെയാണ്. ഓക്കെ, ഈ 2 പിന്നുകളും TTL കോമ്പാറ്റിബിൾ ആണ്. അപ്പൊ ഇത് RS232 ആയിട്ട് കോമ്പാറ്റിബിൾ ആകാൻ വേണ്ടിയിട്ടാണ് ഇതിനിടയിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, MAX 232 എന്ന് പറയുന്ന ഒരു ലൈൻ ഡ്രൈവർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ലൈൻ ഡ്രൈവർ എന്ത് ചെയ്തോളും, നമ്മുടെ TTL കോമ്പാറ്റിബിൾ വോൾട്ടേജ് ലെവലിൽ നിന്നും RS232 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ലെവലിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്തോളും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കണക്ഷൻ വരുന്നത്. നമ്മുടെ Atmega 32നകത്തുള്ള 2 പിന്നുകളുണ്ട്. TX എന്ന് പറയുന്ന പിൻ നമ്പർ 15ഉം RXD എന്ന് പറയുന്ന പിൻ നമ്പർ 14ഉമാണ്. ഇതിൽ നിന്ന് നേരെ കണക്ഷൻ പോകുന്നത് ഒരു MAX 232 എന്ന് പറയുന്ന ലൈൻ ഡ്രൈവറിലോട്ടാണ്. ഈ MAX 232 ലൈൻ ഡ്രൈവർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ DB9 എന്ന് പറയുന്നത് RS232ന്റെ 9 പിൻസ് ഉള്ള RS232 ആണ്. എന്താണ് RS232 ആയിട്ടുള്ള കണക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞ RS232ന്റെയും Atmega 32ന്റെയും ഇടയിൽ നമ്മൾ MAX 232 യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ MAX 232ന്റെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിന്നുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒന്നിലധികം ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള പിന്നുകളുണ്ട്. നോക്കിക്കേ, 11, 12, 10, 9. സോ 11 എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് Atmega 32ൽ നിന്നും കൊടുക്കുന്നതിനെ റിസീവ് ചെയ്ത് വരുന്നതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നാണ്. ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മൾ ഏതിലോട്ട് കൊടുക്കും, Atmega 32ലോട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ഒന്നിലധികം പിന്നുകൾ ഉണ്ട് നമുക്ക് റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും. പക്ഷെ ഇവിടെ കാണിച്ചിരിക്കുന്നത് 11ഉം 12ഉം ആണ്. ഓക്കെ, അപ്പൊ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ നമ്പർ 11ഉം അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ നമ്പർ 12ഉം ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൽ നിന്ന് നേരിട്ട് നമ്മൾ RS232ലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പിന്നുകൾ 14ഉം 13ഉം ആണ്. ഇവിടെ 7ഉം 8ഉം കൂടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഒരൊറ്റ ട്രാൻസ്മിറ്ററും റിസീവർ പിന്നും മാത്രമേ നമ്മൾ MAX 232ൽ നിന്നും യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം RS232 എന്ന് പറയുന്നതിനകത്തുള്ള 9 പിൻ പാക്കേജ് ആണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഡയഗ്രം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഈ ഒരു ജസ്റ്റ് ഈ ലെഫ്റ്റിലുള്ളതില്ലെങ്കിലും കുഴപ്പമില്ല, ഈ റൈറ്റിലുള്ള Atmega 32, MAX 232, പിന്നെ അത് കഴിഞ്ഞിട്ട് RS232 ആണ് ഈ കാണിച്ചിരിക്കുന്നത്. RS232നകത്തുള്ള 9 പിൻസ് ഉള്ള ഒരു പാക്കേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് T1ഉം T2ഉം ഉണ്ട്, അതുപോലെ തന്നെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് R1ഉം R2ഉം ഉണ്ട്. നമുക്ക് അത്രയും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്നുകിൽ TXനും RXനും വേണ്ടിയിട്ട് T1ഉം R1ഉം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ഈ ഫിഗറിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് പോസിബിൾ ആകുന്നത് നോക്കാം. ഓക്കെ, RS232 വഴി Atmega 32ൽ നിന്നും എങ്ങനെയാണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത് നോക്കാം. അപ്പൊ നോർമലി നമ്മൾ ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, മൈക്രോ കൺട്രോളർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈൽ ഡിവൈസ് ആയിക്കോട്ടെ, ഏതൊരു ഡിവൈസ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴും മെയിൻ ആയിട്ട് 2 കാര്യങ്ങളുണ്ട്. DTE എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റും ഉണ്ടാകും, അതുപോലെ DCE എന്ന് പറയുന്ന എക്യുപ്മെന്റും ഉണ്ടാകും. DCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്, അതുപോലെ DTE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ടെർമിനൽ എക്യുപ്മെന്റ്. ഡേറ്റ ടെർമിനൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ കമ്പ്യൂട്ടറോ മൊബൈലോ ഒക്കെ ആയിരിക്കും. അതായത് നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും യൂസ് ചെയ്യുന്ന, ഡേറ്റ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതുമായിട്ടുള്ള ആ ഡിവൈസിനെയാണ് നമ്മൾ DTE എന്ന് പറയുന്നത്. DTE refers to the terminals and computers that send and receive data. സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ DTE എന്ന് പറയുന്നത്. while DCE refers to
ദ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്. അതായത് ഈ ഒരു സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഇതിനിടയിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ് നമ്മൾ യൂസ് ചെയ്യും, സച്ച് ആസ് മോഡം ആയിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഡിവൈസിനെയാണ് നമ്മൾ DCE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം DTയിൽ നിന്നും കൊടുക്കുന്ന ഡേറ്റ DCE വഴി DCയിൽ എത്തിയാൽ മാത്രമേ അവിടെ നിന്ന് ത്രൂ ചാനലിലൂടെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അത് RS-232 തന്നെ DB25 ആണ്. അതായത് നമ്മൾ നേരത്തെ കണക്ഷനിൽ കാണിച്ചിരുന്നത് DB9 പിൻസ് ഉള്ള RS-232 ആണ്. ഇവിടെ പിന്നുകൾ RS-232 തന്നെ 25 പിൻസ് ഉള്ള RS-232 ഉണ്ട്. ഇതാണ് നോർമലി ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. DB9 ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതിനകത്തുള്ള സിഗ്നൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്ര ഒരുപാട് സിഗ്നൽസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. മെയിൻ ആയിട്ട് ഒരു 9 സിഗ്നൽസ് ആണുള്ളത്. അതായത് DB9 ണ്ടായിരുന്ന 9 സിഗ്നൽസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിന്റെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഡേറ്റ കാരിയർ ഡിറ്റക്ട്, റിസീവ്ഡ് ഡേറ്റ, ട്രാൻസ്മിറ്റ് ഡേറ്റ, ഡേറ്റ ടെർമിനൽ റെഡി, ഗ്രൗണ്ട്, ഡേറ്റ സെറ്റ് റെഡി, റിക്വസ്റ്റ് ടു സെൻഡ്, ക്ലിയർ ടു സെൻഡ്, റിംഗ് ഇൻഡിക്കേറ്റർ, ഇങ്ങനെയുള്ള ഒരു 9 സിഗ്നൽസ് ഉണ്ട്. 9 പിന്നുകളുണ്ട് RS-232 ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ RS-232 നമ്മുടെ മൈക്രോ കൺട്രോളറിനകത്ത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ RS-232 വഴിയാണ് ഡേറ്റ ട്രാൻസ്മിഷനും റിസപ്ഷനും നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ DTE ആയിട്ട് വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ RS-232 ആണ്. ഈ RS-232 നിന്നുള്ള വാല്യൂസ് ആണ് നമ്മൾ മോഡം വഴി, അപ്പൊ RS-232 കഴിഞ്ഞിട്ട് ഒരു മോഡം കാണും. അപ്പൊ ഇവിടുത്തെ നമ്മുടെ മൈക്രോ കൺട്രോളറിന്റെ ഡേറ്റ ട്രാൻസ്മിഷനകത്ത് DTE ആയിട്ട് ആക്ട് ചെയ്യുന്നത് RS-232 ആണ്. ഓക്കെ, ഈ RS-232 നിന്നും നേരെ മോഡത്തിലോട്ട് കണക്ട് ചെയ്തിട്ട് അത് DCE ആയിട്ട് വർക്ക് ചെയ്യും. ദെൻ DCയിൽ നിന്നും സിഗ്നൽ നേരെ ചാനലിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ള സിഗ്നൽസ് ആണ് ഞാൻ ഈ പറയുന്നത് RS-232 ഫസ്റ്റ് വൺ ഡേറ്റ ടെർമിനൽ റെഡി, അതായത് ഇത് DTE ടു മോഡം. അപ്പൊ DTE ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ RS-232 കണക്റ്റഡ് വിത്ത് മൈക്രോ കൺട്രോളർ ആണ്. ആ DTയിൽ നിന്ന് മോഡത്തിനകത്തോട്ട് നമ്മൾ ഒരു മോഡത്തിലോട്ട് കൊടുക്കുന്ന ഒരു സിഗ്നൽ ആണ് ഡേറ്റ ടെർമിനൽ റെഡി എന്ന് പറയുന്നത്. DTR, ഡേറ്റ ടെർമിനൽ റെഡി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ടെർമിനൽ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് ഈ നമ്മൾ സിസ്റ്റം എല്ലാം ഓൺ ചെയ്തതിന് ശേഷം ഇതൊരു സെൽഫ് ടെസ്റ്റ് നടത്തും. ഓക്കെ, നമ്മൾ DTE അല്ലെങ്കിൽ RS-232 ഓൺ ചെയ്യുമ്പോൾ ഒരു സെൽഫ് ടെസ്റ്റ് നടത്തി അത് റെഡി ആണെന്ന് അറിയിക്കുന്ന ഒരു സിഗ്നലാണ്. ഓക്കെ, അത് നമ്മൾ കൊടുക്കുന്നത് എവിടെ നിന്നാണ്? DTയിൽ നിന്ന് മോഡത്തിലോട്ട്, അതായത് RS-232 നിന്ന് മോഡത്തിലോട്ട് കൊടുക്കുന്ന ഒരു സിഗ്നലാണ് DTR, ഡേറ്റ ടെർമിനൽ റെഡി എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സിഗ്നല് DSR എന്ന് പറഞ്ഞാൽ ഡേറ്റ സെറ്റ് റെഡി, അതായത് മോഡം റെഡി ആണെന്നുള്ളത് DTയെ അറിയിക്കുന്ന സിഗ്നലാണ് DSR. മോഡം റെഡി എന്നും അറിയിക്കുന്ന ഒരു സിഗ്നലാണ് DSR. അത് അതായത് നമ്മൾ മോഡം എല്ലാം ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു സെൽഫ് ടെസ്റ്റ് നടത്തിയിട്ട് അത് നമ്മുടെ DTE അല്ലെങ്കിൽ DTE കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടർ ആകാം, നമ്മുടെ മൈക്രോ കൺട്രോളർ ആകാം. മൈക്രോ കൺട്രോളർ കണക്റ്റഡ് വിത്ത് RS-232, കമ്പ്യൂട്ടർ ആണെങ്കിലും കമ്പ്യൂട്ടർ കണക്റ്റഡ് വിത്ത് RS-232 ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ മോഡത്തിൽ നിന്നും DTയിലോട്ട് അറിയിക്കുന്ന ഒരു സിഗ്നലാണ് DSR. അടുത്തതെന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ടു സെൻഡ്, RTS, അതായത് DTയിൽ നിന്ന് മോഡത്തിലോട്ട് സെൻഡ് ചെയ്യുന്ന ഒരു സിഗ്നൽ, അതായത് ഡേറ്റ ടെർമിനൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അതായത് അവിടെ ഒരു ഡേറ്റ ഉണ്ട്, മോഡത്തിലോട്ട് സെൻഡ് ചെയ്യാനായിട്ട് ഒരു ഡേറ്റ ഉണ്ട് എന്നുള്ള അറിയിക്കുന്ന ഒരു സിഗ്നലാണ് റിക്വസ്റ്റ് ടു സെൻഡ്. അത് DTയിൽ നിന്ന് മോഡത്തിലോട്ട് അറിയിക്കും. അപ്പൊ അങ്ങനെ ഒരു സിഗ്നൽ നമ്മുടെ മോഡത്തിൽ കിട്ടിക്കഴിയുമ്പോൾ മോഡം തിരിച്ചയക്കുന്ന ഒരു സിഗ്നലാണ് CTS, ക്ലിയർ ടു സെൻഡ്. അതായത് മോഡം DT അറിയിക്കുവാണ്, ഓക്കെ എനിക്ക് ഇവിടെ സ്പേസ് ഉണ്ട്, DTയിൽ നിന്നും വരുന്ന സിഗ്നൽസിനെ അല്ലെങ്കിൽ ഡേറ്റയെ റിസീവ് ചെയ്യാനായിട്ട് മോഡത്തിൽ സ്പേസ് ഉണ്ട് എന്ന് അറിയിക്കുന്ന ഒരു സിഗ്നലാണ് ക്ലിയർ ടു സെൻഡ് അല്ലെങ്കിൽ CTS. അടുത്തത് ഡേറ്റ കാരിയർ ഡിറ്റക്ട്, DCD, അതായത് മോഡത്തിൽ നിന്നും DTയിലോട്ട് അറിയിക്കുന്ന ഒരു സിഗ്നലാണ് ഡേറ്റ കാരിയർ ഡിറ്റക്ട്. ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കാരിയർ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ നമ്മുടെ മോഡത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു സിഗ്നലാണ് ഡേറ്റ കാരിയർ ഡിറ്റക്ട്. അതുപോലെ തന്നെ റിംഗ് ഇൻഡിക്കേറ്റർ, മോഡത്തിൽ നിന്നും DTയിലോട്ട് അറിയിക്കുന്ന ഒരു സിഗ്നലാണ് റിംഗ് ഇൻഡിക്കേറ്റർ. അതായത് നമ്മൾ ടെലിഫോണൊക്കെ കണക്ഷൻ നടക്കുന്നത് ഇതിലൂടെയാണ്, ഈ ലൈനിലൂടെയാണ്. അപ്പൊ ടെലിഫോൺ റിംഗിങ് ഉണ്ട് അല്ലെങ്കിൽ ടെലിഫോണിലോട്ടുള്ള സിഗ്നൽ വന്നിട്ടുണ്ട് എന്നുള്ളത് DTയെ അറിയിക്കുന്ന ഒരു സിഗ്നലാണ് റിംഗ് ഇൻഡിക്കേറ്റർ. അപ്പൊ 6 സിഗ്നൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പ്ലസ് ഒരു 3 ഉണ്ട്. 3 എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ, ഒന്ന് റിസീവ് ചെയ്യുന്ന സിഗ്നൽ, ഒന്ന്
ഗ്രൗണ്ട്. ഓക്കെ, ഈ 6 അതാ നോക്കിക്കേ, നമ്മുടെ ബാക്കിയുള്ള 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രൗണ്ടും ട്രാൻസ്മിറ്റഡ് ഡേറ്റയും റിസീവ്ഡ് ഡേറ്റയും. ഓക്കെ, ട്രാൻസ്മിറ്റഡ് ഡേറ്റ എന്ന് പറയുന്നത് RS-232 നിന്ന് മോഡത്തിലോട്ടുള്ള ഔട്ട്പുട്ട് സിഗ്നൽ ആണ്. അതുപോലെ റിസീവ്ഡ് ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്, തിരിച്ച് മോഡത്തിൽ നിന്നും DT-യിലോട്ടുള്ള സിഗ്നൽ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത്രയുമാണ് നമ്മുടെ എന്താണ് RS-232 വഴി AV Atmega 32ന്റെ എന്താണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽസും പിൻസും. ഓക്കെ.